ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന ഒരു ടെക് ന്യൂസ് ആണ്. നമ്മുടെ ഐഫോൺ 16ന്റെ പുതിയ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിന്റെ ചേഞ്ചസും സംഭവങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 80-85% കൺഫേം ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഡയറക്റ്റ് അവരുടെ ഒഫീഷ്യൽ സംഭവത്തിനൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു ബാക്കി 15% വേണമെങ്കിൽ വരാൻ, ചെറിയ ചേഞ്ചസ് സംതിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഐഫോൺ 15 സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോഞ്ച് ചെയ്ത പ്രൈസിനെക്കാട്ടും തന്നെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഐഫോൺ തന്നെയാണ്. ഇത് ഐഫോൺ 13 ആണ്. ഞാനിപ്പോൾ ആക്ച്വലി മാറ്റാനുള്ള ഉദ്ദേശത്തിലാണ്. ഞാൻ 15ലേക്ക് മാറ്റണോ അത് ഇനി 16 വരണം കാത്തിരിക്കണോ വിചാരിച്ചിട്ടിരിക്കുക. പക്ഷേ 16 ഒരു പ്രോബ്ലം കിട്ടും, ഞാൻ പറയാൻ എന്തായാലും. മെയിനായിട്ട് ചേഞ്ചസ് വന്നേക്കുന്നത് നമുക്ക് നമ്മുടെ സ്ക്രീൻ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു 99% ചാൻസ് വന്നിട്ടുണ്ട്. 6.3 ഇഞ്ച് ആവുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രോ വെർഷനും അതുപോലെ തന്നെ മാക്സ് വെർഷനിലൊക്കെ 6.9 ആവാനും ചാൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ബട്ടൺ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ നമുക്കൊരു എന്താ പറയുക, നമുക്കിപ്പോൾ റീസെന്റ് വന്ന 15 പ്രോയിലൊക്കെ നമുക്ക് ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ ബട്ടൺ കൂടാണ്ട് തന്നെ നമുക്ക് ഇനി ഒരു ക്യാപ്ചർ ബട്ടൺ വരുന്നുണ്ട്. അതായത് ഈ സൈഡിലായിട്ട്, അതായത് നമുക്ക് ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്ചർ ബട്ടൺ. എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. നല്ല മൂവ് തന്നെയാണ്. എല്ലാ മോഡൽസിലേക്കും വരുന്ന പറഞ്ഞിരിക്കുന്നത്. അതായത് അവരെ നോർമൽ 16 മോഡൽ തൊട്ട് പ്രോ മാക്സ് എല്ലാത്തിനും വരുന്ന പറഞ്ഞിരിക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പുതിയ ചിപ്പായിരിക്കും A16 Pro, A18 Pro എന്ന് പറഞ്ഞൊരു ചിപ്പായിരിക്കും വരാൻ പോകുന്നത്. ഹൈ എൻഡ് ചിപ്പ് തന്നെയാണ്. അവരുടെ ചിപ്പിനെ കുറിച്ച് കംപ്ലൈൻറ്റ് സംഭവമൊന്നും പറയാനൊന്നുമില്ല. അതുപോലെ തന്നെ വെർട്ടിക്കൽ ക്യാമറ ലേഔട്ട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ദേഷ്യപ്പെട്ടത്. അത് എന്താ മനസ്സിലായോ, നമ്മുടെ പണ്ടത്തെ ഉണ്ടല്ലോ ഐഫോൺ 11, 10 രണ്ടെണ്ണം താഴെ, ഞാൻ അവിടെ പടം കൊടുക്കാം, പണ്ടത്തെ ലുക്ക് ഉണ്ടല്ലോ, ആ സാധനത്തിലേക്ക് തിരിച്ചു പോവര്. അതാണ് എനിക്ക് തീരെ പിടിക്കാഞ്ഞത്. ഒന്നാമത് ഇവരുടെ എന്താ പറയാ, ഡിസൈൻ സംഭവങ്ങളൊക്കെ എല്ലാം ഒരേപോലെയാണ്. അപ്പൊ അതിലും വരാണ്ട് ഇനിയിപ്പോ പഴയ മോഡലിലേക്ക് ഡിസൈനിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബോറ് പരിപാടി പോട്ടെ. അതുപോലെ തന്നെ Wi-Fi 7 ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പൊ നല്ല ഹൈ കിടലൻ Wi-Fi സീരീസ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ കളർ ഓൾമോസ്റ്റ് ഒരു 15 സീരീസിൽ തന്നെ നിലനിർത്തുന്ന പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ അറിയായിരിക്കും, ഐഫോൺ 15 നമുക്ക് വന്നപ്പോൾ കളറുകളൊക്കെ കുറച്ച് ലൈറ്റ് കളേഴ്സുകളാണ്, ഭയങ്കര ലൈറ്റ് ആണ്. ആ ബ്ലാക്ക് കളർ ഒഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കര ലൈറ്റ് കളേഴ്സാണ്. അപ്പൊ അതെനിക്ക് ആ കളർ ചേഞ്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പണ്ടത്തെ അതിനായിട്ട് പോയത് 14 സീരീസ് തന്നെയാണ് കളർ നല്ലത്. അത് പിന്നെ ഡിപ്പെൻസ് അപ്പോൾ ഓരോരുത്തരാണ്, അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ബാക്കി ചേഞ്ചസ് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈൻ ചേഞ്ചസ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, വന്നിട്ടില്ല. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ നല്ല ചേഞ്ചസ് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ പുതിയ ടെക്നോളജി ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബാറ്ററി ബാക്കപ്പ് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ബ്രൈറ്റ്നസ് കൂടാനുള്ള പുതിയ ടെക്നോളജി വെച്ചിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. OLED ഡിസ്പ്ലേ തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് 15 സീരീസിൽ പ്രോ സീരീസിനൊക്കെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ആക്ഷൻ ബട്ടൺ. അത് ഇനി നമുക്ക് 16 വരുമ്പോൾ എല്ലാ മോഡൽസിലും വരും. അതായത് നോർമൽ 16 സീരീസിലും വരുന്നുണ്ട്. അപ്പൊ ഐഫോൺ 16 നമുക്ക് ആക്ഷൻ ബട്ടൺ ഉണ്ടായിരിക്കും. അതാണ് വേറൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചിപ്പിന്റെയാണ് A18 ചിപ്പും അതുപോലെ തന്നെ A18 Pro ചിപ്പുമാണ് വരാൻ പോകുന്നത്. ആ ചിപ്പിന്റെ കാര്യം നമുക്ക് വലിയ അപ്ഗ്രേഡ് വലിയ ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചിപ്പ് അത്യാവശ്യം നല്ല പവർഫുൾ തന്നെയാണ്. അപ്പോൾ അത് വലിയ ഡിഫറൻസ് ഒന്നും വരുത്താൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇനി AI ഫീച്ചേഴ്സും ഇഷ്ടം പോലെ വരും. അപ്പോൾ നമുക്ക് ഗാലക്സി AI ഒക്കെ വന്നു, അതിന്റെ എന്തായാലും ഇനി ഇപ്പോൾ ആപ്പ് നമുക്ക് കയറി പിടിക്കും. അപ്പോൾ 16 സീരീസിൽ എന്തായാലും ഇനി കുറേ AI ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും പേര് സംഭവങ്ങളൊക്കെ ഇനി അവർ തന്നെ ചിലപ്പോൾ ഐഫോൺ AI എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആപ്പിൾ AI അങ്ങനത്തെ ആയിരിക്കും. പിന്നെ തെർമൽ ഇംപ്രൂവ്മെന്റ്സ് ഭയങ്കരമായിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ചൂടാവേണ്ട പരിപാടിയൊക്കെ നിർത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഐഫോൺ സീരീസിൽ തന്നെ 15 സീരീസിൽ തന്നെ കുറേയൊക്കെ ചൂട് അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രോ മോഡൽസുകൾക്ക് മെയിനായിട്ട് നമ്മുടെ എന്താ പറയുക തെർമൽസ് കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റാം ഇനിയിപ്പോൾ നമ്മുടെ 15 സീരീസിലൊക്കെ 6GB റാം ആയിരുന്നു, ഇനി നമുക്ക് 8GB റാം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ 5G മോഡൽ ചിപ്പും അവർ എന്തായാലും എന്താ പറയുക മോഡേണൈസ് ചെയ്യുന്നുണ്ട്. അതായത് ലേറ്റസ്റ്റ് ചിപ്പ് വരുന്നുണ്ട്. Wi-Fi 7 തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ നമുക്ക് USB-C പോർട്ടിന്റെ കുറച്ചൊരു അഡ്വാൻസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് പോർട്ടാണ് വരാൻ പോകുന്നത്. 3 ഒക്കെ മിനിമം എന്തായാലും നമ്മുടെ ബേസ് വേരിയന്റിൽ തന്നെ വരും. അതുപോലെ തന്നെ AI കേപ്പബിലിറ്റീസും വരുന്നുണ്ട്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൈക്രോഫോൺ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്, ക്യാമറ ടെക്നോളജി ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അതായത് 48 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് മാക്സിലും പ്രോയിലൊക്കെ വരാൻ പോകുന്നുണ്ട്. പിന്നെ ക്യാമറ ലേഔട്ട് ഓൾറെഡി പറഞ്ഞല്ലോ, അത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പരിപാടിയായി പോയി. ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കമന്റ്സ് ഒന്ന് അറിയിക്കാം. എന്ന് വെച്ചാൽ പഴയ അതേ ഡിസൈനിലേക്ക് തിരിച്ചു പോകുക പറയുമ്പോൾ അത് ഭയങ്കര പോർ പരിപാടിയായി പോയി. പിന്നെ നമുക്ക് പെരിസ്കോപ്പ് ലെൻസും വരുന്നുണ്ട് മാക്സ് മോഡൽസുകൾ. ബാറ്ററി ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവർ നോർമലി അതിന്റെ MAH ഒന്നും പറയാറില്ല. പക്ഷേ അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. 40 വാട്ടിന്റെ ചാർജ് ഇമ്പ്രൂവ്മെന്റ് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് 20 വാട്ടും വരുന്നെന്ന് പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കുറെ കാലമായിട്ട് ഇവരുടെ ഫാസ്റ്റ് ചാർജിങ് സംഭവമൊന്നും വന്നിട്ടില്ല. പിന്നെ പ്രൈസിങ്ങിനെ പറയേണ്ട ആവശ്യമില്ല. ലോഞ്ച് വരാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാ കൊല്ലം സെപ്റ്റംബറിലാണ് ഒരു പുതിയ മോഡൽസ് ഒക്കെ വരിക.
പ്രൈസിങ് ഡീറ്റെയിൽസ് നമ്മുടെ 16 മോഡലിൽ ഒരു 80 ആ റേഞ്ചിലൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ സംഭവം ഐഫോൺസ് വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റുകളല്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല ബോറ് പരിപാടി ആയിരിക്കും, മിക്കതും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഐഫോണിൻ്റെ 15 കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ 15 നല്ലതാണ്. പ്രോ സീരീസ് വലിയ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ 15 നമ്മുടെ 13 14 കമ്പയർ വരുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ സെൻസർ മാറിയിട്ടുണ്ട്, 14 മെഗാപിക്സലിന്റെ സെൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ 13 ഉള്ളവർ 14 എടുക്കാണ്ട് 15 എടുക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ ആക്ച്വലി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. ഇതെൻ്റെ 13 ആണ്. ഓൾറെഡി ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പേടിയിട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ സ്ക്രീൻ ഇഷ്യൂ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് കുറേ പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഐഫോൺ എടുക്കുമ്പോൾ നമ്മുടെ 10,000 രൂപയുടെ ഫോണിൽ വരുന്ന സംഭവമൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത് വേറെ ബോറ് പരിപാടി. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഐഫോൺ 16ന്റെ ലീക്ക് അയക്കുന്ന ഡിസൈൻ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് കമന്റ് ചെയ്യാം. എനിക്ക് തീരെ ശരിക്കും അവരുടെ ഡിസൈൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് എൻ്റെ ഒരു പ്രാർത്ഥന. എന്ന് വെച്ചാൽ ഡിസൈൻ തനി ബോറ് പരിപാടി പോയി. പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക് ക്യാമറ ലേഔട്ട് പണ്ടത്തെ അതേ സാധനം, ആ ലെൻസ് കുറച്ച് വലുതായി മാത്രമേ ഉള്ളൂ. ഫോൺ കണ്ട ബാക്കിൽ നിന്ന് കണ്ടാൽ ചിലപ്പോൾ ഐഫോൺ 10 ആക്കിയാൽ വിചാരിക്കും. അതാണ് അവസ്ഥ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം 13, 14, 15 ബാക്ക് കണ്ടാൽ മനസ്സിലാവില്ല. കളറ് പഠിച്ചു വെച്ചവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം, ഒരു ഡിസൈൻ ഭയങ്കര മോശമായി കൊണ്ടുവരികയാണ് കേട്ടോ. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാത്തൊരു പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ മെയിൻ ചാനൽ കാണുന്നവരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ കാണാം.